ഞങ്ങൾ ഇനി പോകുന്നതേ കാൾട്ടൺ ഹില്ലിലോട്ടാണ്. നമ്മുടെ എഡിൻബറോ സിറ്റിയിൽ തന്നെ തൊട്ടടുത്ത് കാണപ്പെടുന്ന ഒരു വ്യൂ പോയിന്റ് ആണ് കാൾട്ടൺ ഹില്ല്. അവിടെ നമുക്കൊരു 3-4 മോണുമെന്റുകളൊക്കെ കാണാൻ പറ്റും. മോണുമെന്റ് എന്ന് പറയുന്നത് ഇതുപോലെയുള്ള കുറെ സംഭവങ്ങൾ അവര് ഓരോ ഓർമ്മയ്ക്ക് വേണ്ടി നമ്മളെവിടെയൊക്കെ കുറെ പ്രതിമകൾ ഉണ്ടാക്കി വെക്കുമല്ലോ, അതുപോലെ അവർ ഓരോ ഇപ്പൊ യുദ്ധത്തിലായാലും ഓരോ സംഭവങ്ങളും വരുമ്പോൾ ഒരു ഓർമ്മയ്ക്ക് വേണ്ടി ഉണ്ടാക്കി വെക്കുന്നതാണ് ഈ മോണുമെന്റുകൾ എന്നൊക്കെ പറയും. അപ്പൊ അതിന്റെ താഴെ തന്നെ അവരെന്നുണ്ടാക്കി, എന്ത് ഉദ്ദേശത്തിൽ ഉണ്ടാക്കി, ആരുണ്ടാക്കി എന്നൊക്കെ ഉള്ള ഡീറ്റെയിൽ കാര്യങ്ങൾ അതിനെടുത്ത് ഇവിടെ ഏറ്റവും അടുത്ത് കാണപ്പെടുന്ന മോണുമെന്റ് ഇതാണ്. ഇത് ചെറുതാ. പിന്നെ ഈ സ്തൂപം, ഇതും ഒരു മോണുമെന്റ് ആണ്. പിന്നെ ഇതും, അങ്ങനെ മൊത്തം 3 എണ്ണമാണ് ഈ കാൾട്ടൺ ഹില്ലിലുള്ളത്. പക്ഷേങ്കിൽ എന്താ പറയാ, നമുക്ക് ഈ കാൾട്ടൺ ഹില്ലിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു വ്യൂ, ഫുൾ എഡിൻബറോ സിറ്റിയുടെ ഒരു വ്യൂ നമുക്ക് ഇവിടുന്ന് കിട്ടും. അതായത് നമ്മൾ ഒരു സൈഡ് നമ്മൾ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ പോർട്ട് ഫുള്ള് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ കൂടുതൽ ആൾക്കാരും ഏകദേശം ഈവനിങ് 4 മണിക്ക് ശേഷമാണ് വരിക. കാരണം ആ സമയത്ത് ഇവിടെ രാത്രിയാവും, വിന്റർ ടൈം ആണല്ലോ. അപ്പൊ ആ രാത്രിയാവുമ്പോൾ നമുക്ക് ആ പോർട്ടിൽ നിന്നുള്ള ലൈറ്റ്സ് കാണുമ്പോൾ നല്ലൊരു വ്യൂ നമുക്ക് കിട്ടും. അതുപോലെ ഇപ്പുറത്താണെങ്കിൽ നമ്മുടെ എഡിൻബറോ സിറ്റിയുടെ പാട്ടുകൾ വരും. 2 സൈഡിലുമായിട്ട് നമുക്ക് 2 നല്ല വ്യൂസ് നമുക്ക് കാണാൻ പറ്റും. അതാണ് കാൾട്ടൺ ഹില്ലിൽ നമുക്ക് കാണാൻ പറ്റുന്ന കുറച്ച് നല്ല ഫോട്ടോസ് എടുക്കാൻ പറ്റും. നമുക്കിവിടെ റെസ്റ്റ് ചെയ്യാം. പക്ഷെ ഇപ്പൊ നല്ല എന്താ പറയാ, ഒരു മഴയുള്ള സമയമാണ്. അപ്പൊ ഞാനൊരു കൊടയൊക്കെ പിടിച്ചിട്ടാണ് നിൽക്കുന്ന വീഡിയോ എടുക്കുന്നത് തന്നെ. നല്ല തണുപ്പുണ്ട്, നമ്മൾ വിചാരിക്കുന്നേക്കാളും തണുപ്പുണ്ട്. നമുക്കിവിടെ വാഷ്റൂം ഫെസിലിറ്റീസും ഒക്കെ ഉണ്ട്. നമുക്കൊന്ന് ഉള്ളിലോട്ടൊക്കെ പോയി കുറെ വ്യൂസും ഫോട്ടോസും ഒക്കെ എടുക്കാൻ പറ്റും. പക്ഷെ നല്ല മഴയുണ്ട്. അപ്പൊ നമ്മള് നിങ്ങൾക്ക് കാണാൻ പറ്റും തോന്നുന്നു മഴയത്തുള്ളി ഇങ്ങനെ വീഴുന്നത് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ പെട്ടെന്നൊന്ന് കണ്ട് ഇറങ്ങാം എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ പോയേക്കുന്നത്. ഞങ്ങള് എന്താ പറയാ, എഡിൻബറോ വന്നിട്ട് ഞങ്ങൾക്ക് ഫസ്റ്റ് വന്ന സ്ഥലമായതുകൊണ്ടായിരിക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എഡിൻബറോയുടെ എല്ലാ കെട്ടിടങ്ങൾക്കും ഏകദേശം ഒരു പ്രത്യേക രീതിയിലാണ് അവര് ഇതൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് എടുത്തു. അതിനുശേഷം ഞങ്ങൾ 2 സൈഡിലും പോയി നിന്നിട്ട് അതിന്റെ വ്യൂ കാണാൻ പോയി. ഒരു സൈഡിൽ പോയി നിന്ന് നമ്മൾ അതിന്റെ പോർട്ടിന്റെ വ്യൂസ് കണ്ടു, മറ്റേ സൈഡിൽ വന്ന് നമ്മൾ എഡിൻബറോ സിറ്റി. അപ്പൊ താഴെ നമുക്ക് എഡിൻബറോ സിറ്റി ഫുള്ള്, അതുപോലെ തന്നെ ഓൾഡ് എഡിൻബറോ സിറ്റി ഒക്കെ നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റും. അപ്പൊ ഇത് രണ്ടുമാണ് നമ്മൾ ഇവിടെ നിന്ന് കണ്ടത്. പിന്നെ ഇപ്പൊ ഈ ഓരോ സ്ഥലത്തും നമ്മൾ പോകുമ്പോഴുണ്ടല്ലോ, എന്നെ ശരിക്കും ആകർഷിക്കുന്ന പല കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ദിവസം എത്രത്തോളം ആൾക്കാർ വന്നു പോകുന്ന സ്ഥലം ഇവിടെയൊക്കെ. പക്ഷേ അവിടെ ചെല്ലുന്ന ആൾക്കാരും പിന്നെ അവിടെ ഉള്ള ആൾക്കാരും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ക്ലെൻലിനെസ് എന്ന് പറയുന്നത് നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല കേട്ടോ. അതായത് ഇവിടുന്ന് താഴോട്ട് നോക്കിയാലും, ഇവിടെ ഇപ്പൊ കുറച്ച് ഉള്ളിലോട്ട് വന്നിട്ടാണ് ഞാൻ ഈ വ്യൂ ഒക്കെ കാണാൻ നിൽക്കുന്നത്. പക്ഷെ എത്ര വൃത്തിയായിട്ട് ഒരു മുട്ടായുടെ ഒരു തൊലി പോലും നമുക്ക് അവിടെ നിന്ന് എടുക്കാൻ പറ്റില്ല. പിന്നെ മെയിൻ ആയിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അവര് ഇതിനകത്തോട്ട് വേറെ ഈ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഒരു വ്യൂ പോയിന്റും അവിടെയൊക്കെ ഉണ്ടെങ്കിൽ അവിടേക്ക് കുറേ ആൾക്കാർ ഓരോന്ന് വിൽക്കാനും കടകളും എല്ലാം അനുവദിക്കും. പക്ഷെ ഇവര് ഇതിനകത്തോട്ട് എനിക്കറിയില്ല, ഇവിടെ ഒന്നും അങ്ങനെ അനുവദിക്കില്ലായിരിക്കാം. എല്ലാം പുറത്ത് നമുക്ക് എന്തെങ്കിലും വാങ്ങിക്കണമെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. ഇതിനുള്ളിലോട്ട് അവരാരെയും അനുവദിക്കാറില്ല തോന്നുന്നു. എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ല അവിടെ ഒന്നും. പക്ഷെ ഉണ്ടെങ്കിലും ശരി, അവര് വേസ്റ്റ് ബിന്നും അതൊക്കെ വെച്ചിട്ട് വളരെ ക്ലീൻലിനെസ് ആയിട്ട് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നു എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞ ഈ കെട്ടിടങ്ങളൊക്കെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്, അതായത് 100, 150, 200 വർഷങ്ങൾക്ക് മുമ്പേ ഉണ്ടാക്കിയ കെട്ടിടങ്ങളാണ്. പക്ഷെ അതിന്റെ മെയിൻ്റനൻസ് അവരൊരു പോറൽ പോലും ഇല്ലാതെ അത് കാത്തു സൂക്ഷിച്ചു കൊണ്ടുപോകുന്നു. എന്തെങ്കിലും വന്നാൽ അത് പെട്ടെന്ന് തന്നെ അത് മെയിൻറ്റെയിൻ ചെയ്ത് അത് അതിൻ്റെതായ ഭംഗി എങ്ങനെ തന്നെ നിലനിർത്തി കൊണ്ടുപോകുന്നു. ശരിക്കും അതൊക്കെ കൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഈ കൺട്രിയിൽ അല്ലെങ്കിൽ ഇവിടെയൊക്കെ കാണാനുള്ളത്. ഒരു പ്രത്യേക ഭംഗിയുള്ള ഒരു സ്ഥലമാണെന്ന് പറയാം. നമ്മുടെ UK പോലെയൊന്നുമല്ല, UK മറ്റുള്ള സ്ഥലങ്ങൾ പോലെയൊന്നുമല്ല സ്കോട്ട്ലൻഡ്. ഒരു പ്രത്യേക ഭംഗിയുള്ള, അതിനൊരു എന്താണ് ആ പ്രത്യേക ഭംഗി എന്ന് എനിക്കറിയില്ല, പക്ഷെ ഒരു പഴമയുടെ ഒരു ഭംഗിയുള്ള. അപ്പൊ ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്ന ആൾക്കാര് ഇത്രയും ചിന്തിച്ച് ഇത്രയും ഇതൊക്കെ ചെയ്തു എന്നുള്ളതല്ല, അവർക്കറിയാമായിരിക്കുമല്ലോ ഇവരൊക്കെ ഇങ്ങനെ ആൾക്കാർ ഇങ്ങോട്ട് വരും, ഇവിടെയൊക്കെ കാണും എന്നൊക്കെ അറിഞ്ഞുകൊണ്ടായിരിക്കുമല്ലോ ഇവരെല്ലാം ഇതെല്ലാം ഉണ്ടാക്കി വെച്ചേക്കുന്നത്. ശരിക്കും ആ
പണ്ടുള്ള ആൾക്കാരെ നമ്മളത് അപ്രീഷിയേറ്റ് ചെയ്യണമെന്നാണ് ഞാൻ പറയുക. പക്ഷേങ്കിൽ വേറൊരു കാര്യം, അത് അതുപോലെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്ന ഇപ്പോഴത്തെ വരെയുള്ള തലമുറയിലുള്ള ആൾക്കാരും അതും എന്താ പറയാ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട